കൗമാര കലോത്സവത്തിന് ശക്തന്റെ തട്ടകത്തിൽ തിരശീല വീണു. കലോത്സവത്തിൽ കലാകിരീടം കണ്ണൂർ തിരിച്ചുപിടിച്ചു. തൃശൂരിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് കണ്ണൂരിന്റെ നേട്ടം. കോഴിക്കോടിനാണ് മൂന്നാം സ്ഥാനം. കഴിഞ്ഞ വർഷം നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ കലാകിരീടം കണ്ണൂർ 1023 പോയിന്റോടെ സ്വന്തമാക്കുകയായിരുന്നു. തൃശൂർ 1018 പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി. സ്വന്തം തട്ടകമായ തൃശൂരിനെ മലർത്തിയടിച്ചാണ് കണ്ണൂരിന്റെ മുന്നേറ്റം. 1013 പോയിന്റുകളോടെ കോഴിക്കോടിനാണ് മൂന്നാം സ്ഥാനം. സ്കൂളുകളിൽ ആലത്തൂർ ഗുരുകുലം HSS ആണ് മുന്നിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡേറ്റ് നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ച് ഡേറ്റ് കുറിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇപ്രാവശ്യത്തെ യുവജനോത്സവം? അപ്പം അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിലാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, അത് നാട്ടുകാരെ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ യുവജനോത്സവം കാരണം ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നതല്ല. ജനങ്ങൾ ഹൃദയത്തിലേറ്റും ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗൃഹാതുരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇരമ്പി വരുന്നത്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കിട്ടി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ്. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിച്ചു. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായിരുന്നു. യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കലാതിലകങ്ങൾക്കും കലാപ്രതിഭകൾക്കും അന്നൊക്കെ സിനിമാ താരങ്ങളുടെ അത്ര താരപ്രഭയുമുണ്ടായിരുന്നു. ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ലാ പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാലകൗമാരിങ്ങൾക്ക് തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാനും പഠിച്ചിരുന്നത്. ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർ പരുത്തിക്കുന്ന് എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, കോട്ടൺ ഹിൽ. അവരൊക്കെ ആയിരുന്നു പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങൾ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റുരയ്ക്കേണ്ടി വരിക. തൃശ്ശൂരും കോഴിക്കോടുമൊക്കെ പലകുറി ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ്. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് 21 തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ്. തിരുവനന്തപുരം 17ഉം തൃശ്ശൂർ 6 തവണയും ഒക്കെയാണ്. മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ പൊലിഞ്ഞ അമ്പിളി അരവിന്ദൻ്റെ പേരിലാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ മകൾ പൊന്നമ്പിളി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭയായി. പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും ആ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട മഞ്ജു വാര്യർ, നവ്യ നായർ, യദു കൃഷ്ണൻ, ശരത് ദാസ് ഒക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവനകളാണ്. നമ്മുടെ ഗായികയായ KS ചിത്ര, ഗായകൻ G വേണുഗോപാലുമൊക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ്. അന്നൊക്കെ കലാതിലകങ്ങളുടെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കുകയാണ്. മന്ത്രി V ശിവൻകുട്ടിയും മോഹൻലാലും ചേർന്ന് സ്വർണ്ണകിരീടം വിജയികൾക്ക് സമ്മാനിച്ചു. മന്ത്രി ശിവൻകുട്ടിയുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം കണക്കിലെടുത്ത് ഖദർ വേഷം ധരിച്ചും മീശ പിരിച്ചുമാണ് മോഹൻലാൽ വേദിയിലെത്തിയത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, ഡോക്ടർ R ബിന്ദു, ജില്ലയിലെ MLA മാർ എന്നിവർ പങ്കെടുത്തു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുമോ?
പുല്ലിരുട്ട. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447 132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.